കഴിഞ്ഞ 2-4 ആഴ്ചകളായിട്ട് നമ്മൾ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത്. എനിക്ക് ആ ചിന്ത ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചതിനകത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ പ്രൊഫറ്റിക്കായി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത ആഴ്ച കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പഠിപ്പിക്കാം. ഞാനിത് പ്രസംഗിക്കാൻ പോകുന്നതിന് പേരിട്ടിരിക്കുന്നത് പവർ ഓഫ് ദ സ്പിരിച്വൽ വേൾഡ് എന്നാണ്. ആത്മലോകത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. സത്യത്തിൽ നമുക്ക് അകത്ത് നന്നായിട്ടില്ലാത്തതും എന്നാൽ നമുക്ക് എന്തൊക്കെയോ തോന്നിയിട്ടുള്ളതുമായ ഒരു കാര്യം മാത്രമായിട്ടാണ് ആത്മലോകത്തെ നമ്മൾ കാണുന്നത്. എന്നോട് ഇന്നലെ ഞാൻ ദുബായിൽ പ്രസംഗിക്കുമ്പോൾ സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദർ, സ്പിരിച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ആത്മലോകത്തെ ആണ് പറയുന്നതെങ്കിലും സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുമ്പോൾ ഈവിൾ സ്പിരിച്വൽ വേൾഡും ഉണ്ട്, ഡിവൈൻ സ്പിരിച്വൽ വേൾഡും ഉണ്ട്. രണ്ടിനും സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത്. ഒരു ഹാലോലിയ പറഞ്ഞായിട്ട്. സോ ഞാൻ അതിനെ കുറച്ചും കൂടെ സിമ്പിളായി പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാം. പൈശാചിക ലോകവും ആത്മീയ ലോകവും. ആത്മീയ ലോകത്തിൽ പൈശാചിക ലോകവും ഉണ്ട്, ആത്മീയ ലോകമുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ നമുക്ക് അറിയാവുന്നത് പൈശാചിക ലോകത്തെക്കുറിച്ചാണ്. നിങ്ങളിത് പറയുമ്പോൾ സമ്മതിക്കത്തില്ലായിരിക്കും, പക്ഷെ സത്യത്തിൽ അങ്ങനെയാണ്. നമുക്ക് ആത്മീയ ലോകത്തെക്കുറിച്ചോ ആത്മീയ ലോകത്തിനകത്തുള്ള ശക്തിയെക്കുറിച്ചോ കൂടുതൽ നമ്മൾ അവയർനെസ് ഉള്ളവരല്ല. ആ കാര്യത്തിൽ കൂടുതൽ ബോധം നമുക്കില്ല. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചേ അവർ പറയുമായിരിക്കും ഉണ്ടെന്നൊക്കെ, പക്ഷേ ചുമ്മാതാ. നമുക്കറിയാവുന്നത് മന്ത്രവാദം അറിയാം, കൂടോത്രം അറിയാം, കൈനോട്ടം അറിയാം, ജ്യോതിഷം അറിയാം, പൂച്ച കുറുക്കിയാടിയാ ഫലിക്കുന്നറിയാം, മുറ്റം തൂത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ മുറ്റം തൂക്കുന്നതിനല്ലേ അങ്ങനെ സ്ഥാനമില്ലേ, ചൂലുമായിട്ട് കണ്ടാൽ അത് ഫലിക്കുന്നോ ഫലിക്കത്തില്ലെന്നോ പ്രശ്നമാണെന്നറിയാം. അതെന്നാൽ വ്യഭിചാരിയായ ഒരു സ്ത്രീ വന്നാൽ അനുഗ്രഹമാണെന്നും അറിയാം. എങ്ങനെയാ അത് അനുഗ്രഹമായെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അനുഗ്രഹമാണെന്നറിയാം. അങ്ങനെയല്ലേ? വ്യഭിചാരിണിയായ ഒരു സ്ത്രീ മുമ്പിൽ വന്ന് ലക്ഷണം നല്ലതല്ലേ, നല്ല ലക്ഷണമോ? ഇതൊക്കെ നമ്മുടെ ഉണ്ടെന്നോ ഇല്ലെന്നോ? നിങ്ങൾ പറയും ഞാൻ വിശ്വാസിയാണ്, വിശ്വസ്തനാണ്, ദൈവകൃപയിലാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്നെ ഒന്നും സ്വാധീനിക്കുന്നില്ല. ഒരു പക്ഷേ ചിലരൊക്കെ ഒരു 90% ആളുകളെ സ്വാധീനിക്കുന്നില്ലായിരിക്കും, 10% ആളുകളെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. ഒന്നെനിക്ക് തോന്നിയത്, ദൈവം നമുക്ക് പുസ്തകം അറിഞ്ഞുകൂടെങ്കിലും ബൈബിൾ അറിഞ്ഞുകൂടെങ്കിലും അതിനെ ശരിയായ ട്രാക്കിൽ കൊണ്ടുവരുവാൻ ശക്തനാ പരിശുദ്ധാത്മാവ്. ഇനി ഞാൻ കരയുന്നൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു അനീഷ് ബ്രദറും ജിജോ ബ്രദറും ഒക്കെ കൂടിയിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ഒരു എൻ്റെ ഹാർട്ട് പങ്കുവെച്ചു. ഞാൻ എൻ്റെ ഏറ്റവും വലിയ സങ്കടം പറയട്ടെ. ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞാൻ ദൈവത്തിൽ നിന്ന് വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആലോചന കേട്ടിരുന്നിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം സംഭവിച്ചു. എന്നേക്കാൾ ശക്തമായി ഉപയോഗിക്കുന്ന ആളുകളെ ഞാൻ കണ്ട സമയത്ത് അവർ പഠിപ്പിച്ചത് പുസ്തകം നോക്കാതെ അങ്ങനെ തന്നെ ശരിയെന്ന് സമ്മതിച്ചു. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. എന്നെ ഞാൻ പറഞ്ഞേ, പുസ്തകം ബൈബിൾ നോക്കിയില്ല. അവരെന്ത് പഠിപ്പിച്ചോ അതാണ് ശരിയെന്ന് മനസ്സിലാക്കി ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ തെറ്റിപ്പോയെന്നൊന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ആത്മീയത്തിലേക്ക് എത്തി കുറച്ചും കൂടെ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പലതും സഭ പഠിപ്പിച്ചതാ തലേ കയറിയത്, പുസ്തകം പഠിപ്പിച്ചതല്ല സഭയെ കയറി തലേ കയറിയത്. ഞാൻ അന്ന് എനിക്കുണ്ടായ അനുഭവം പറയാം. എന്നെ കുഞ്ഞു കാര്യത്തിൽ ഗൈഡ് ചെയ്തിരുന്ന ആ ആത്മാനുഭവം മെല്ലെ നിന്നുപോയി. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. പക്ഷെ താങ്ക് ഗോഡ് ഞാനത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുവാ. 30 കൊല്ലത്തിന് ശേഷം നിങ്ങളതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ 30 കൊല്ലം യേശുവിനെ അറിഞ്ഞിട്ട് ഒരു 25 കൊല്ലത്തിന് മുകളിലായി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ട് ഞാൻ തിരിച്ചു വരുവോ. ഇപ്പോൾ നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണെന്നറിയോ? നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പം മനസ്സിലാവണമെങ്കിൽ കുറച്ച് നാളുകൾ വളരുമ്പോൾ പിടികിട്ടും. ഓക്കെ, ആത്മീയ ലോകത്തിലേക്ക് തരും. സോ പൈശാചിക ലോകമുണ്ട്, ആത്മീയ ലോകമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ആരോടെ ഒരു മെസ്സേജ് പറഞ്ഞത്. സോ നമുക്ക് കൂടുതൽ അറിയാവുന്നത് പൈശാചിക ലോകത്തെക്കുറിച്ചാണ്. നമുക്ക് ദൈവരാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ദൂതന്മാരെക്കുറിച്ചോ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചോ
അളവില്ലാതെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചോ, അളവില്ലാതെ ദൈവം പകരുന്ന ആത്മാഭിഷേകത്തെക്കുറിച്ചോ, അതിനെക്കുറിച്ചൊരു വ്യക്തത നമ്മുടെ അകത്തില്ല. നമുക്കുള്ള ഏക വ്യക്തത ഫലിക്കുന്ന കാര്യങ്ങൾ, മന്ത്രവാദങ്ങൾ ഫലിക്കുന്നറിയാം, കരുനാക്ക് ഏക്കുമെന്നറിയാം. നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ, ഉണ്ടെന്നോ ഇല്ലെന്നോ? കണ്ണുപെട്ട് കാണാം എന്ന് പറയാം, വിശ്വാസമൊക്കെയാ. ഇതൊക്കെ നമ്മുടെ തലയിലുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ചർച്ചിൽ പ്രാർത്ഥിച്ചതിന് ശേഷം കൊച്ചുണ്ടായത്, ആ കൊച്ചിനെ കൊണ്ടിരുന്ന് കണ്ടിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, അതിനെ കണ്ണുപെടാതെ എന്തൊക്കെ വരച്ചു കുറിച്ച് വെച്ചിട്ടുണ്ടെന്നറിയോ? എന്തു നല്ല സുന്ദരനോ സുന്ദരിയോ ആയിരിക്കും, പക്ഷെ അതിനെ വാരിക്കോരി എന്തൊക്കെയോ ചെയ്തു കൂട്ടി. കാരണം ആ കൊച്ചിനെ നോക്കി ആരും എന്ത് ചെയ്യരുത്, കണ്ണിടരുത്, അതാ കണ്ണുപെടരുത്. എങ്ങനെയാ? കണ്ണ് വെക്കരുത്. ഏതൊക്കെ സാധനം ഏതാ? കണ്ണ് വെക്കരുത്, കണ്ണിടരുത്, കണ്ണ് പെടരുത്, എന്തായാലും. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യണം? ഡെഡിക്കേറ്റ് ചെയ്യുകയും വേണം. പ്രാർത്ഥിച്ചിട്ടാണ് കൊച്ചുണ്ടായേ, പക്ഷെ അതിൻ്റെ മോളിൽ കണ്ട ആരെയാലും കണ്ണ് വെച്ചു പോകും. അറിയില്ലേ? നമ്മുടെ ചെറുതും വലുതുമായ അനുഭവങ്ങളിലേക്ക് നോക്കിയാൽ നമ്മളെ സ്വാധീനിക്കുന്നത് പൈശാചികമായ കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ദൂത് പറയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശാപങ്ങൾ, ചിലത് പ്രാക്കുകൾ, നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പോയോ? നിങ്ങളുടെ തലവിധി ഇങ്ങനെയാകുമെന്ന് പറഞ്ഞ വാക്കുകൾ, നിന്റെ ദുർവിധി ഇങ്ങനെയായിരിക്കുമെന്ന ചിന്തകൾ, അത് യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്ന പകലായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എൻ്റെ അപ്പൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയാ, ഇപ്പോൾ എൻ്റെ മക്കളും എങ്ങനെയാന്ന് പറയുന്നവരുടെ ലൈഫിനെ നോക്കിയൊരു ദൂത്, യു ടേൺ നിങ്ങൾ തിരിയാൻ പോവാ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോ, രാമേൻ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് നേരെ യു ടേൺ അടിച്ച് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വരാൻ പോവാ. ഞാൻ ചിലരോട് ചോദിക്കട്ടെ, ഒന്ന് കേറി വരും, പക്ഷെ അതിന്റെ ഇരട്ടിയായി തിരിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ആ ദൂത്, ഈ പകൽ നിങ്ങൾ യു ടേൺ അടിക്കാൻ പോകുകയാണ്. ഓ, ഇത് ആത്മീയമായ യു ടേണുകൾ ഉണ്ടാകും, ഭൗതികമായ യു ടേണുകൾ ഉണ്ടാകും. ഏത് മേഖലയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ യു ടേൺ ഉണ്ടാകും. നിങ്ങൾ നേരെ തിരിയും. നിങ്ങളെ സ്വാധീനിക്കാൻ ശത്രുവിന് കഴിയാത്തവണ്ണം. ചിലര് വിശ്വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അവരതിനേക്കാൾ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ആരുടെയോ പ്രാക്ക്, ആരുടെയോ പ്രാകുന്നത്, ആരോ ശപിച്ചത്, ആരോ പറഞ്ഞത്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമുക്ക് ബൈബിൾ ഇതുപോലത്തെ കാര്യങ്ങളെ വലുതായി തന്നെയാ പറയുന്നേ. സംഖ്യാപുസ്തകം 23:7 അപ്പോൾ അവൻ ശുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും, മോവാബി രാജാവ് എന്നെ പൂർവ്വ പ്രദേശങ്ങൾ പർവ്വതങ്ങളിൽ നിന്നും വരുത്തി, ചെന്ന് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? അപ്പോ മോവാബ്യ രാജാവിനും, ശ്രദ്ധിക്കൂ, മോവാബ്യ രാജാവിനും സിറിയ രാജാവിനും, മോവാബ്യ രാജാവിനും അരാമ്യ രാജാവിനും എന്തറിയാമായിരുന്നു? ശാപം ഫലിക്കുമെന്നും പ്രാക്ക് വരുമെന്നും അറിയാമായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, പ്രാഗ് എന്ന വാക്കിനെ 2-3 വാക്കുകൾ ഞാൻ പഠിച്ചു. അതിൽ ഒരു വാക്ക്, ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാം. ഡൂം എന്നാണ് ആ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്: ദുർവിധി പറയുക. മോവാബ്യരായ രാജാക്കന്മാരോട് ചോദിക്കാം, അരാമ്യ രാജാക്കന്മാരോട് ചോദിക്കാം, എന്താ ബാലാക്ക് ചെയ്യേണ്ടത്? ദുർവിധി പറയണം, അവരുടെ വിധിയെ കൽപ്പിക്കണം. അവരിങ്ങനെ ആകാവൂ, ഇവിടെ ചെന്നേ തീരാവൂ, ഇങ്ങനെ തന്നെ മുടിയാവൂ. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ജോണെ നോക്ക്, ചിലരെ പിശാച് അതിനു വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെന്തു പറഞ്ഞാലും ദുർവിധി പറഞ്ഞുകൊണ്ടേയിരിക്കും.
നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. ചില പ്രായമായ അമ്മമാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവർ പ്രായമായി കഴിഞ്ഞ ദുർവിധിയെ പറയത്തുള്ളൂ. Are you listening or not? ഞാൻ പറയുന്ന ആരുടെയെങ്കിലൊക്കെ തലയിൽ കയറുന്നു. അവർ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലരെ അന്ത്യം, നിന്റെ അവസാനം എങ്ങനെയായിരിക്കും? ഡൂം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാ. നിന്റെ അവസാനം എങ്ങനെയായിരിക്കും? നിന്റെ അവസാനം ഇങ്ങനെയായിരിക്കും. നീ ഇങ്ങനെയാ അവസാനിക്കത്തുള്ളൂ, ഇത് ഇങ്ങനെയാ ചെയ്യത്തുള്ളൂ, ഇത് ഇങ്ങനെയാ നടക്കത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആ വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇത് ഇങ്ങനെയാ ചെല്ലത്തുള്ളൂ, ഇത് അവിടെ അവസാനിക്കത്തുള്ളൂ, ഇത് അവിടെ. ചിലർ പറയും നിന്റെ തലയെഴുത്ത് ഇങ്ങനെ തന്നെയാ. അടുത്ത വാക്കിന്റെ അർത്ഥമാ, ഡൂം എന്ന വാക്കിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞേ. നിന്റെ തലയിലെഴുത്ത് ഇങ്ങനാ, നിന്റെ തലയിലെഴുത്ത് ഇങ്ങനാ. പിശാച് ചിലരെ നോക്കി അങ്ങനെ പറയാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? യു ആർ സെലക്റ്റഡ് എന്ന്, നീ തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്, നിന്റെ വീട് എവിടെ എത്തുമെന്ന്. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. നിന്റെ വീട്ടിനകത്ത്, നിന്റെ വീട്ടിനകത്ത്, നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ സാഹചര്യത്തിനകത്ത് ചിലരെ പൊക്കിയിട്ട് നിന്റെ ദുർവിധി പറയാൻ, നിന്റെ അന്ത്യ അവസാനം പറയാൻ, നിന്റെ തലയെഴുത്ത് പറയാൻ ചിലത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ, അത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ, അത് നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഈ പകൽ നിന്നോടുള്ള ദൂത് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോന്നേ. ബന്ധക്കോസ് വിശ്വാസത്തിൽ വന്നു, നമ്മുടെ ഇതുപോലത്തെ സഭയിൽ വന്നു. ചിലർ വീട്ടിലിരുന്ന് പറഞ്ഞു അത് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അവര് തിരിച്ചു വരും, ഒരു ചുക്കം നടക്കാൻ പോകുന്നില്ല. ആ പറഞ്ഞവനൊക്കെ സഭയിൽ വരും. നിങ്ങൾ ആരും കൈയടിച്ചില്ല. നിന്റെ വീട് അങ്ങനെ പോകുമെന്ന് പറയുന്നവനോട് ഞാൻ പറയാം, പറഞ്ഞവരെ ഇപ്പൊ കണ്ടോണം. അത് നീ നിൽക്കുന്നതാണ് വലിയ രാജ്യമെങ്കിൽ, ആ രാജ്യമാണ് ദുർശക്തികളെ ഭരിക്കുന്നതെങ്കിൽ, അത് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് ആ പറഞ്ഞവരെ ഞാൻ ആഴ്ചകൾ പറയുക. ഇത് ഏപ്രിൽ 1-ാമത്തെ ആഴ്ചയാ, 2-ാമത്തെ ആഴ്ച, 3-ാമത്തെ ആഴ്ച, 4-ാമത്തെ ആഴ്ച, മെയ് ആദ്യ വാരാകുമ്പോഴേക്ക് ചിലത് തിരിച്ചു വരട്ടെ. ഞാൻ ആരാന്നറിയോ? ദൂതന്മാർക്ക് പോലും ന്യായവിധി പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട അതിശ്രേഷ്ഠമായ ദൈവരാജ്യത്തിനകത്തെ ആളുകളാണ്. എനിക്ക് നേരെ ന്യായവിധി പറയുന്നുവോ? നിന്നെ ന്യായം വിധിക്കുന്ന ഏതു നാവിനെയും അവൻ കുറ്റം വിധിക്കും. കൂടെ കത്തിയവർക്ക്, എന്റെ കൂടെ കൂടിയവർക്ക് ആമേൻ പറയാം. നിനക്ക് നേരെ ദുർവിധി പറയുന്നുവോ? ഓ, നീ അത് കേട്ട് എവിടെങ്കിലും മനസ്സിടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ച് എന്നോട് കൂടെ കൈയൊന്ന് കുടഞ്ഞിട്ട് പറ, അതിനെ ഞാൻ കുടഞ്ഞു കളയുക. ഒരു ആണലിയെ കുടഞ്ഞു കളയുന്ന പോലെ കുടഞ്ഞു കളയുക. ഇതിന്റെ വലത്തേക്കര നീട്ടിയിട്ട് പറ, എനിക്ക് നേരെ ദുർവിധി പറയുന്നുവോ? നീ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിനകത്ത് നീയും ആകട്ടെ. ആ പറ, നീയാ പറയേണ്ടത്. നീ ആരാധന വിചാരിച്ചിരിക്കുന്നേ? സങ്കീർത്തനക്കാരൻ ഈ കാര്യം മനസ്സിലായി. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ നാവിനെ ഇരുതല മൂർച്ചയുള്ള നാവിന് പോലെ അവനാക്കുന്നുവെന്ന. നിങ്ങൾ കിടക്കയിൽ അതിനെ പറയണമെന്ന, നിന്റെ ശയ്യയിൽ അതിനെ വിധിക്കണമെന്ന. നീ പറഞ്ഞത് നടക്കും. നിന്നെ എതിർത്തു നിൽക്കുന്നവൻ വീണൊടഞ്ഞു പോകും. ശൗലേ, വിളിച്ചേ,
ശൗലേ, മുള്ളിന്റെ മേൽ ഒതയ്ക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. പറ. ശൗലേ, തിരുവനന്തപുരത്തെ ശൗലേ കേൾക്കാം. കേരളത്തിലെ ശൗലേ കേൾക്കാം. മുള്ളിന്റെ മേൽ ചവിട്ടുന്നത് ചൂടുള്ള കാര്യമാണ്. കുതിരപ്പുറത്തു നിന്ന് നീ താഴവാ. നിന്റെ വിധി കൽപ്പിക്കുന്നത് ഞങ്ങളാ. നിങ്ങളാരും എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. തുള്ളിച്ചാടുന്നവർ തുള്ളിച്ചാട്. ഇത് ഗ്രഹിച്ചവർ എന്നോടൊപ്പം പറ. ചിലത് ആത്മമണ്ഡലത്തിൽ നടക്കുക. നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരും. ശപിക്കാനും പ്രാകാനുള്ളതല്ല ഞാൻ. എന്റെ അടുക്കിലേക്ക് പ്രാക്ക് വന്ന, ശാപം വന്ന, എന്താണോ നീ ശപിച്ചത്, എന്താണോ നീ പ്രാകിയത്, അത് നേരെ ഇടിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് അവനെ പിടിക്കുവാൻ തക്കവണ്ണം ശക്തമാണ്. അതിന്റെ കാര്യം എന്നാ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കാൻ കാരണം എന്താ? ബലയാം തന്നെ അതിന് മറുപടി പറഞ്ഞു, ദൈവം ശപിക്കാത്തവന് ഞാൻ എങ്ങനെടാ ശപിക്കുന്നേ? നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ദൈവം ശപിക്കാത്തവനെ ദൈവം തെരഞ്ഞെടുത്ത് എങ്ങനെ നീ ശപിക്കും? നീ എനിക്ക് നേരെ ശാപവാക്ക് എങ്ങനെ പറയും? ദൈവം ഉയർത്തിയിരിക്കുന്ന എന്നെ നീ അങ്ങനെ അന്ത്യവിധി പറയും? നീ അങ്ങനെ ശാപവാക്ക് പറയും? വാക്കുകളെ ഒടിക്കുന്നു, അപമാനത്തെ ഒടിക്കുന്നു, ആക്ഷേപത്തെ ഒടിക്കുന്നു, നിന്ദകളെ ഒടിക്കുന്നു. അഭിഷേകം നുകത്തെ ഒടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അഭിഷേകം ചിലതിന് ഓടിച്ചു കളയുകയാണ്. നിന്നെ എതിർത്ത് സംസാരിച്ചവർ നിന്റെ കൂടെ വരുന്നത് കണ്ടോ? അടുത്ത വർഷമല്ല, ഈ മാസം. തിരിച്ചു വരട്ടെ. ദൈവം പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ദൈവം അന്ത്യവിധി പറയാത്തവനെ ഞാൻ എങ്ങനെ അന്ത്യവിധിക്കുന്നേ? നിന്നെ ആർക്കു വിധിക്കാൻ പറ്റും? ദൈവം നീതീകരിച്ചവനെ ആർക്കുറ്റം വിധിക്കും? ദൈവം അനുകൂലമെങ്കിൽ ആരാ പ്രതികൂലം? പറ പറ. ഇതിന്റെ ഒക്കെ ഭാവി ഇങ്ങനെ ആകത്തുള്ളൂ. പള്ളി തുള്ളാൻ പോയെന്ന് പറഞ്ഞ് പരിഹസിച്ചവനെ നോക്കി ഞാൻ പറയുവാ, ദൈവം നീതീകരിച്ചവനെ ആരടാ കുറ്റം വിധിക്കുന്നേ? ഇത് ദൂതായി എടുക്കണം, തുള്ളി ചാടിക്കോണം. ദൈവം എനിക്ക് അനുകൂലമായി കൈ നീട്ടിയിരിക്കെ ആരതിനെ മടക്കും? ദൈവം എനിക്ക് അനുകൂലമായി കൈ നീട്ടിയിരിക്കെ അതിനെ മടക്കാനോ? ദൈവം ഒരുത്തനെ ഉയർത്താൻ തീരുമാനിച്ചാൽ അതാര് തടയും? ഞാനെന്നും കൂടെ വാചകം പറയാ, ദൈവം എന്നെ ഉയർത്താൻ ആരംഭിച്ചാൽ അതാർക്ക് തടയാൻ പറ്റും? ആത്മമണ്ഡലത്തിന്റെ പ്രത്യേകതകളാണ് ഞാൻ ഈ പറയുന്നേ. ഞാനായിരിക്കുന്ന ഒരു ദൈവരാജ്യമുണ്ട്. ശത്രു രാജ്യത്തിന്റെ വാക്കുകളല്ല എന്നെ ഭരിക്കേണ്ടത്. ശത്രു ആത്മലോകത്തിനകത്ത്, ഞാൻ ദൈവരാജ്യത്തിനകത്ത് അല്ലെങ്കിൽ ദൈവ ആത്മലോകത്തിനകത്ത് ഞാൻ ആയിരിക്കുമ്പോ എന്റെ സവിശേഷതകളാ ഞാൻ ഈ പറഞ്ഞേ.
ശപിക്കാൻ വന്നു പറയുവോ, ശപിക്കാൻ പറ്റത്തില്ല, നാവ് പൊങ്ങുന്നില്ല. അത് അടുത്ത ലെവലാ കേട്ടോ. Thank you, Lord Jesus. ഇന്നു മുതൽ ആ ലെവല് വർക്ക് ചെയ്യാൻ പോവാ. Amen. Amen. വാ, പറ. ദേവദാസന്മാരുന്ന് കൈ കോർത്ത് പിടിച്ച്. Amen. ഇനി നിനക്ക് നേരെ ഒരു നാവും ചലിക്കത്തില്ല. ഞാൻ ആ വചനത്തെ പിടിക്കുവാ. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ പിടിക്കാനുണ്ടോ? ഇസ്രായേൽ ജനത്തിന്റെ നേരെ ഒരു നായ് പോലും കുരച്ചില്ല. ബൈബിൾ എഴുതിയിരിക്കുക, ഞാനല്ല. അവരുടെ പുറപ്പാടിന് നേരെ കുരയ്ക്കാൻ പോലും ആരുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ രാത്രി 2:30 കഴിഞ്ഞ് കാണും. ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കുറെ പട്ടികൾ ഓലിയിട്ടിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു ദൂതനെ ഞാൻ അയക്കുന്നു, ഇനി അവട്ടെ ഓലിയിടരുത്. ഞാൻ നോക്കുമ്പോ പട്ടിക്ക് ആരോ കല്ലെറിഞ്ഞോ അടിക്കുകയോ ചെയ്തതിന്റെ ശബ്ദം കേട്ടു. പിന്നെ ഒന്നിന്റെ ശബ്ദം കേൾക്കാനില്ല. ചെവി തല കേൾക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുവോ അങ്ങനത്തെ ഒരു പരിപാടി. അപ്പൊ എനിക്ക് പിടി കിട്ടിയത്, മേളിൽ നിന്ന് ഇവന്മാരെ ആരെ കണ്ടിട്ടുണ്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞല്ലോ ഇതെല്ലാം കൂടെ ആര് പട്ടിക്ക് എറിയുണ്ട കൈ കൈ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കും. അതുപോലെ സൗണ്ട് ഉണ്ടാക്കി നിർത്തിയല്ല. നീ ആരാന്നാ വിചാരിക്കുന്നത്? ഒന്ന് പറ. നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒരു ഗമ വരട്ടെ. അയ്യാ എന്ന് പറഞ്ഞിരിക്കാതെ ഞാൻ ആരാന്നാ വിചാരിക്കുന്നേ? ഞാൻ പ്രാർത്ഥിക്കുമ്പോ പട്ടിക്ക് ഓലിയിടാൻ പോലും പറ്റത്തില്ല. നിന്നെ മൂച്ചുകൂട്ടാൻ പറയുന്നതല്ല. ഇസ്രായേൽ ജനം മിസ്രൈമിലേക്ക് പുറപ്പെട്ടപ്പോ നായ് വായനക്കില്ലെന്നോ. അതിന്റെ കാരണം അറിയോ? അവർ ഇസ്രായേൽ ജനത്തെ കണ്ടില്ല, ചലിക്കുന്ന ദൈവത്തെ കണ്ടത്. നോക്കിയപ്പോ അവരുടെ യജമാനൻ ചലിക്കുന്നു, അവന്റെ യജമാനൻ നിൽക്കുന്നു നിങ്ങൾക്ക് നേരെ. ഇനി ഞാൻ പറയുന്ന ദൂത് ഏറ്റെടുത്തോണം കേട്ടോ. അത് പറയാൻ എവിടേക്ക് എത്തിയേ? ഇതുവരെ ചിലത് പറഞ്ഞു, ഇനി ചിലതിന് നാവ് പൊങ്ങരുത്. പറ. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കത്തില്ല. ന്യായവിസ്താരത്തിൽ ഞാൻ അതിനെ വിധിക്കുമെന്ന. അത് അഭിഷക്തന്റെ ഓഹരിയാണ്. ചിലനെ നോക്കി തട്ടിപ്പോണേന്നൊന്നും പറഞ്ഞു കളയരുത്. നടക്കും, അതുകൊണ്ട് പറയരുത്. സീരിയസ്ലി തട്ടിക്കളയണേന്ന് പറയരുത്, കാരണം തട്ടിപ്പോവും. സീരിയസ്ലി നമ്മൾ തമാശ പറഞ്ഞല്ലേ. ചിലത് മുടിഞ്ഞു കൊടണമെന്ന് പറഞ്ഞതാ മുടിഞ്ഞു പോകും. നമ്മൾ ആ സ്ഥലത്താ നിൽക്കുന്നേ. പൊളിക്കുവാനും ഇടിക്കുവാനും ദൈവം നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുക. നീ ആരാന്നറിയോ? യു ആർ എ ബുൾഡോസർ. പല്ലുള്ള മിതിവണ്ടി എന്ന വേദവസം വിളിച്ച്. ഇത് പ്രതികാരം ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് നേരെ വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ലെന്ന് പറയുമ്പോൾ അതിലേറ്റവും വലിയ ആയുധം ശാപവാക്കുകളാണ്, പ്രാക്കുകളാണ്. തലവിധി നിന്റെ ഇങ്ങനെയാകുമെന്ന് പറയുന്നതാണ്. നിന്റെ അവസാനം ഇങ്ങനെയാകുമെന്ന് വിധിക്കുന്നതാണ്. അതൊന്നും ഇനി അങ്ങനെ നടക്കത്തില്ല. എന്റെ അവസാനം ഞാൻ പറയാം. പറ. എന്താണ് അവസാനം? പിന്നെ എന്റെ സ്ഥിതി ആരംഭത്തിൽ ചെറുതാണെങ്കിലും അന്ത്യത്തിൽ ആദ്യം മഹത്വമുള്ളതായിരിക്കും. ഇത് ഇവിടുന്ന് തുടങ്ങുന്നതാണെങ്കിലും ഏജ് ഹോളിൽ നിന്ന് തുടങ്ങിയതെങ്കിലും പട്ടണം സഭയാകും. പട്ടണം സഭയാകും. പറ പറ. പട്ടണം സഭയാകും. ഞായറാഴ്ച തെരുവുകളിൽ അത്ഭുതങ്ങളായിരിക്കും.
Amen. ആളുകൾ ചർച്ചിലേക്ക് വരുന്ന വഴിക്ക് അത്ഭുതങ്ങളായിരിക്കും. ആളുകൾ മഴ പോലെ ഒഴുകും, നദി പോലെ ഒഴുകും. ഇത് ഇവിടുന്ന് ആരംഭിക്കുന്നതാണെങ്കിലും ഇന്ത്യയുടെ ഉണർവ് അതിന് മുൻസ്ഥാനത്ത്. നിന്റെ പൂർവസ്ഥിതി അല്പമായിരിക്കാം, നിന്റെ അന്ത്യസ്ഥിതി ആദ്യം മഹത്വമാ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ, നിന്റെ ആരംഭം അല്പമാ, പക്ഷെ അവസാനം ആദ്യം മഹത്വം. പ്രഭാത സൂര്യൻ നട്ടുച്ചയിലേക്ക് പോകുന്നത് പോലെ നീതിമാന്റെ പാതയിൽ വെളിച്ചം വർദ്ധിച്ചോണ്ടേയിരിക്കും. എന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ തലയിൽ ഏതെങ്കിലും ശാപമോ പ്രാക്കോ തലവിധിയോ എന്തെങ്കിലും കിടപ്പുണ്ടോ? സോളി കൈ തന്നെടി. മോള് 2 കെട്ടുമെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ തലയിൽ ഇരിപ്പുണ്ടോ? എന്തൊന്നും മിണ്ടാത്ത? 1, 2, 3, 4, 5 5 പിള്ളേരാ ചാൻസ്. 3 എന്തിയടി? കുറച്ചും കൂടെ കൈ ചുരുട്ടി പിടിച്ചുവിടായിരുന്നോ? 2 വരെയും കൂടെ വരത്തില്ലായിരുന്നോ? രണ്ട് കെട്ടുമെന്നാ പറഞ്ഞെങ്കിൽ പറഞ്ഞതുപോലെ കാക്കാത്തി പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇടർച്ചയില്ല. അടുത്ത ഏതാണോ വരുന്നേ നിന്റെ കാക്കാത്തിയുടെ തലവിധി ഞാൻ പറയണം. ശാപവാക്കുകൾ ഭരിക്കരുത്, തലവിധി ഭരിക്കരുത്. നിന്റെ അവസാനം ഇന്നതായിരിക്കുമെന്ന് പറ. നിനക്കെങ്ങനെ നിന്നിൽ നല്ല പ്രവൃത്തി തുടങ്ങി വെച്ചവൻ അത് അവസാനത്തോളം തീർക്കുമെന്ന് പറ. ആമേൻ. ഹല്ലേലൂയ. ഏതൊരു പ്രവാചകൻ ഞങ്ങളെ നോക്കി പ്രവചിക്കുക. എല്ലാം കറക്റ്റ് ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറയും, ബ്രദറിന്റെ വിവാഹം ഒരു വിവാദമായിരിക്കും. ഞാൻ അവിടെ നിന്ന് പിശാചെന്ന് പറഞ്ഞു. അതിനാ 10-30 വയസ്സ് വരെ കാത്തിരുന്ന് കെട്ടിയത്. അതിനെ ഇത് എവിടാ കിടക്കുന്നതെന്ന് അറിയാതെ നേരത്തെ പോയി കെട്ടിയനെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നു? 22ാമത്തെ വയസ്സ് മുതൽ പെണ്ണ് കാണിക്കാൻ തുടങ്ങിയതോ അപ്പനും അമ്മയും. അതിന് വയസ്സ് കുറവായിരുന്നു, അതുകൊണ്ടാണ് കെട്ട വെക്കാൻ. ആരും ലിസണിങ്. എന്നിട്ട് എൻ്റെ വിവാഹം ഞാൻ ഇത്രയും കാത്തിരുന്ന് കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന എൻ്റെ വിവാഹം വിവാദമാകുന്നു. അതെങ്ങനെ പറ്റും? ഞങ്ങളുടെ വിവാഹം വിവാദമായിരുന്നില്ല. ഞങ്ങളുടെ വിവാഹത്തെ പോലൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അത് സന്തോഷകരമാണ്. ദൈവത്തിന്റെ കൃപയാ. നിങ്ങളൊരു ആമീൻ പറ. ഒരു പ്രവാചകൻ എൻ്റെ ഇടയിൽ ഒരു ദൂത്, ബ്രദറിന്റെ വണ്ടി ഇങ്ങനെ ഒരു കാർ മരത്തിനകത്ത് ഇടിച്ച്. ഞാൻ പറഞ്ഞു, പിശാചേ, നിന്നെ മരത്തിൽ ഞാൻ പോയി ഇടിക്കുന്നത്? എനിക്ക് നല്ല റോഡിൽ പോവാൻ. അതിനുവേണ്ടി ബ്രദറെ ശക്തമായി പ്രാർത്ഥിച്ചോണം. ഞാൻ പറഞ്ഞു, ഒരു പ്രാർത്ഥനയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എന്നെ നോക്കുന്ന ദൂതന്മാർ ഇഷ്ടംപോലെ ഇരിക്കുവോ? അടുത്തിരിക്കുന്നവരോട് പറ, ഒരു പ്രാർത്ഥനയില്ല, അതുമില്ല. കാറ് പോയിട്ട് മരത്തിൽ ഇടിക്കേണ്ട കാര്യമില്ല. കാറ് നേരെ ഓണം പോവും. എന്ന് പറ. ആദ്യം ഇതും കേട്ട് തലയിലിരിക്കുവോ? വണ്ടി ഒന്നും ആ മരത്തിന് മേൽ ഒരച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് ഒരസിപ്പോയി. നല്ലോട് നിന്റെ തലയിലാ പോയിരിക്കുന്നു ഒരസി. നിന്റെ അന്ത്യം എങ്ങനെയുള്ളതായിരിക്കും? ഗ്രേഷ്യസ് ആയിരിക്കും. ആമേൻ. അതിമഹത്തായതായിരിക്കും. ഓ താങ്ക് യു ലോർഡ്. ഗ്ലോറിയസ് ആയ ബ്ലെസ്സിംഗ് ആയ ഒരു അവസാനം എനിക്കുണ്ടോ? ഓ ജീസസ്. അടുത്തിരിക്കുന്നവരോട് പറ, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കണ്ട, ലിവറും പോയി മരിക്കണ്ട, കിഡ്നിയും പോയി മരിക്കണ്ട. ആരോഗ്യമായിരിക്കുമ്പോ വിളിച്ചോട്ടെ പോവാം. പറ, ആരോഗ്യമായിരിക്കുമ്പോ വിളിച്ചോട്ടെ.
പോവാം എന്ന് പറഞ്ഞേ. ആരോഗ്യമായിരിക്കുമ്പോ വിളിച്ചോട്ടെ. അല്ലാത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഹെൽത്തി ആയിരിക്കുമ്പോ മോനെ നിന്റെ ഇടപാടല്ല ഇവിടുത്തെ കഴിഞ്ഞു, വാ നമുക്ക് മേളിൽ അതിന് ഇടപാടെന്ന് പറഞ്ഞാൽ പോവാം. അല്ലാതെ പരിപാടിയില്ല. എങ്ങനെയാ നിന്റെ അന്ത്യസ്ഥിതി അത്ഭുതമായി മാറുമേ? അങ്ങനെ നിന്റെ സ്ഥിതി അല്പമായി തോന്നുമേ, അന്ത്യസ്ഥിതി അത്ഭുതമായി മാറുമേ. പറ, ഓർമ്മയില്ല. അല്പമായി തോന്നുമേ, അന്ത്യസ്ഥിതി അത്ഭുതമായി മാറുമേ. നല്ല പ്രവൃത്തി തുടങ്ങി വെച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുമേ. ഓ നല്ല പ്രവൃത്തി തുടങ്ങി വെച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശപിക്കാമെന്നും പറയുവാണ്. ദൈവരാജ്യത്തിനകത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ കണ്ടപ്പോ വ്യാജം പറയാൻ മനുഷ്യൻ ദൈവത്തിന് പറ്റുമോ? ദൈവം ഒരു മനുഷ്യനാണോ? താൻ പറഞ്ഞത് ചെയ്യാതിരിക്കുവോ? വാക്ക് മാറാൻ അവന് പറ്റുമോ? ദൂത് ശ്രദ്ധിച്ചോണം. ഈ രാജ്യത്തിനകത്ത് നീ കയറിയതിന് ശേഷം എന്തൊക്കെ ദൂത് കേട്ടോ അതെല്ലാം നിവർത്തിയായിരിക്കും. ആമേൻ. Receive it, Lord. തിരുവനന്തപുരത്തെ സ്റ്റേഡിയങ്ങൾ കേട്ടോ? ആമേൻ. തിരുവനന്തപുരത്തെ സ്റ്റേഡിയങ്ങൾ കേട്ടോ? ആമേൻ. ഓ തിരുവനന്തപുരത്തെ സ്റ്റേഡിയങ്ങൾ കേട്ടോ? ആമേൻ. സ്റ്റേഡിയങ്ങൾ സഭയാകും. സ്റ്റേഡിയങ്ങൾ സഭയാകും. പറഞ്ഞത് മനുഷ്യനല്ല. പറ, അടുത്ത വാചകം. അവന് വ്യാജം പറയാൻ പറ്റത്തില്ല. വ്യാജം പറയാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞത് നിവർത്തിയാക്കും. നിവർത്തിയാകും നിവർത്തിയാകും നിവർത്തിയാകും. എന്നോട് പറഞ്ഞതെല്ലാം നിവർത്തിയാകും. നിവർത്തിയാകും നിവർത്തിയാകും നിവർത്തിയാകും. എന്നോട് പറഞ്ഞതെല്ലാം നിവർത്തിയാകും. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറ, ഈ രാജ്യത്തിനകത്ത് കേറിയാൽ, ഈ രാജ്യത്തിനകത്ത് കേറിയിട്ടോ എന്തൊക്കെ കേട്ടോ, അത് 95 വയസ്സായാലും 90 വയസ്സായാലും 100 വയസ്സായാലും അത് കംപ്ലീറ്റ് ആയേ ഒക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണാവോടാവുന്നു. നമ്മൾ എണ്ണം വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നറിയോ? 1 2 3 4 5 6 7 8 9 10 ഇനി പറ്റത്തില്ല കേട്ടോ എന്ന് പറയും. മിക്കവാറും പുള്ളിക്കാരൻ 8 എണ്ണം എണ്ണിയപ്പോൾ നിർത്തി കാണും. അതുകൊണ്ട് പുള്ളിയുടെ ആയുസ് കാലത്ത് 8 എണ്ണേ ഉണ്ടായുള്ളൂ പിള്ളേര്. സ്വത്രമൊക്കെ പോയോ? പക്ഷെ ദൈവവിശ്വാസനായിരുന്നു. 100 എണ്ണം എങ്ങാനും പറഞ്ഞായിരുന്നെങ്കിൽ സാറാൻ വെച്ച് പ്രസവിച്ച് ഊപ്പാട് വന്നു അതിന്. കെതൂറയും പ്രസവിച്ച് ഊപ്പാട് വന്നു പോയനെ. നിങ്ങളെന്താ ആമീനും സ്വത്രമൊക്കെ പോയത്? കാരണം കർത്താവ് പറഞ്ഞ പിന്നെ മാറത്തില്ല. നിങ്ങളെന്താ അനങ്ങാത്തേ? Come on. ഒരു 5-6 പേരുടെയെങ്കിലും അടുക്കൽ ചെന്ന് കൈ കൊടുത്തിട്ട് പറയാം, വ്യാജം പറയാൻ അത് ഇവിടത്തെ ന്യൂസ് പേപ്പറുകാരല്ല. വേണ്ട, ന്യൂസ് പേപ്പറുകാരെ കുറച്ചും കൂടെ വിടാം. സോഷ്യൽ മീഡിയക്കാരല്ല, പറ, അതായിരിക്കും നല്ലത്. വ്യാജം പറയാൻ സോഷ്യൽ മീഡിയ അല്ല. ന്യൂസ് പേപ്പറുകാർ കുറച്ചും കൂടെ സത്യം പറയുന്നുണ്ടെന്ന് വിചാരിക്കാം. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ് വ്യാജം പറയാൻ ഇവിടുത്തെ ട്രോളുകാരല്ല എൻ്റെ കർത്താവ്. പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്ത് പൂർത്തിയാക്കാൻ. ഞാൻ എവിടെയെങ്കിലും എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചിട്ട് ആമേൻ പറ.
ഈ രാജ്യത്തിനകത്ത് കയറിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കേട്ടാൽ ശാപമല്ല അനുഭവിക്കാൻ പോകുന്നേ, പ്രാക്കല്ല അനുഭവിക്കാൻ പോകുന്നത്, പറഞ്ഞതും നിവർത്തിയാകും. പാണ്ടു മാറി ഞാൻ പ്രസംഗിക്കും. യൂട്യൂബിൽ കേൾക്കുന്നവൻ കേട്ടോ, കമന്റ് ഇടുന്നവൻ കേട്ടോ, അത് മാറി ഞാൻ പ്രസംഗിക്കും. ഈ പട്ടണം കർത്താവിൻ്റെതാകും, കേരളം കർത്താവിൻ്റെതാകും. ഒരു വലിയ ചലനം ഇന്ത്യയിൽ ഉണ്ടാകും. ഓ നിവർത്തിയാകും. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ശപിക്കാൻ വന്നവനാ. അടുത്തിരിക്കുന്നവരോട് പറ, ശപിക്കാൻ വന്നവനാ. പക്ഷേ പറയുവോ, ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല, അവരുടെ ആഗ്രഹം പോലെയൊക്കെ നടക്കത്തുള്ളൂ, ലോകം അവരുടെ വഴിക്കായി പോയി എന്ന് പറയുമെന്ന്. ശപിക്കാൻ വന്നവൻ, ശപിച്ചവൻ, പ്രാകാൻ വന്നവൻ, അവൻ ഇങ്ങനെ പറയും, ഓ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവരുടെ ഭാഗത്തായി പാള്, അവരുടെ കൂട്ടത്തിലായി പാള്, അവരുടെ കൂട്ടത്തിൽ ആ കാര്യങ്ങൾ എന്ന് പറയുമെന്ന്. 68,000 പേരിരിക്കുന്ന ഒരു ഹോൾ ഉണ്ടാകുമെന്നേ, നിവർത്തിയാകുമെന്നേ, നിവർത്തിയാകും, നിവർത്തിയാകും. അടുത്ത വാചകം നിങ്ങൾക്കറിയോ? അടുത്ത അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കുന്ന ആളുകൾ, നിനക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേക്കും. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. അടുത്തിരിക്കുന്ന 2-3 പേരുടെങ്കിലും കൈ കൊടുത്ത് പറ, ഇന്നലെ 1-2 ട്രോളെ ഉള്ളായിരുന്നു പരിഹസിക്കാൻ, പക്ഷെ ഇന്ന് നമുക്കുണ്ടാകാൻ പോകുന്ന 100, 200, 500, 1000 എണ്ണിക്കൂടാത്ത ട്രോള് അനുഗ്രഹിക്കാൻ വരുവാ. അനുഗ്രഹിക്കാൻ കൽപ്പനകളിരിക്കുക. ഓ ഒന്ന് പറയണം, ഒന്ന് ആവേശത്തോടെ. അനുഗ്രഹിക്കുവാൻ സ്വർഗം കൽപ്പന ഇട്ടിരിക്കുക. അനുഗ്രഹിക്കാൻ സ്വർഗം കൽപ്പന ഇട്ടിരിക്കുകയാണ്. ജീസസ് വേൾഡിനെ അനുഗ്രഹിക്കാൻ ദൈവം കൽപ്പന ഇട്ടിരിക്കുക. അടുത്തിരിക്കുന്ന നിങ്ങളെ പേഴ്സണലാക്കി, നിങ്ങളെ നോക്കിയിട്ട് കൈ പിടിച്ചിട്ട് പറയാം, നിന്നെ അനുഗ്രഹിക്കാൻ കൽപ്പന ഇട്ടിരിക്കുക. ആരിനി നിന്നെ ജപിക്കും? ആർക്ക് പറ്റും? ട്രോളന്മാരെല്ലാം ഇനി ട്രോളുന്നത് അനുഗ്രഹിക്കാനായിരിക്കും. പറഞ്ഞേ, ട്രോളന്മാരെല്ലാം ഇനി എന്ത് ചെയ്യുവോ? അനുഗ്രഹത്തിന്റെ ട്രോള് വരാൻ പോവാ. ആര് ട്രോൾ ചെയ്യാലും അത് അനുഗ്രഹത്തിൽ അവസാനിക്കും. കാരണം അനുഗ്രഹിക്കാൻ കൽപ്പന ഇട്ടിരിക്കുവോ. ഞാൻ അനുഗ്രഹത്തിന്റെ കൽപ്പന വീണ മനുഷ്യനാ. നിന്റെ തലയിൽ അനുഗ്രഹത്തിന്റെ കൽപ്പന കിടക്കുക. നിങ്ങൾ ആരും എന്നെ തുള്ളിച്ചാടി ഒന്ന് റിസീവ് ചെയ്ത്. അനുഗ്രഹത്തിന്റെ കൽപ്പന കിടക്കുക. പറ, എന്റെ മുകളിൽ അനുഗ്രഹത്തിന്റെ കൽപ്പന കിടക്കുക. ബ്ലെസ്സിങ്. അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ, അനുഗ്രഹിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനകത്തുള്ള ആൾ അനുഗ്രഹിക്കപ്പെടുവെന്നല്ല, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാന്നാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ഞാൻ നിന്നെ നിറച്ചിരിക്കുക. നിന്നെ വാലെല്ലാം തലയാക്കിയിരിക്കുക. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. വേണ്ടവർക്ക് എടുക്കാം. അബ്രഹാമിന്റെ വാഗ്ദത്ത പ്രകാരം, അബ്രഹാമിന്റെ സന്തതിയാകൊണ്ട് ഞാൻ അവന്റെ വാഗ്ദത്ത പ്രകാരം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. മക്കളാണെങ്കിൽ അവകാശികളാ, ദൈവത്തിന് അവകാശികളാ, ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളാ. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ഓ കൈ അടിച്ചോണ്ട് പറ, ഞാനൊരു അനുഗ്രഹമാണ്. ഞാൻ അനുഗ്രഹത്തിൽ ജീവിക്കും, അനുഗ്രഹത്തിൽ നടക്കും, അനുഗ്രഹത്തിൽ ജീവിക്കും, അനുഗ്രഹത്തിൽ നടക്കും. നമ്മുടെ പ്രശ്നം എന്നാന്നറിയോ? അടുത്ത വാചകം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവോ? യാക്കോബിൽ തിന്മ കാണാനില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാക്കോബിൽ തിന്മ കാണുവാനില്ല. ഒന്ന് ഉറക്കെ പറ. യാക്കോബിൽ തിന്മ കാണുവാനില്ല. ഞാൻ ഇതിന് ഇംഗ്ലീഷ് വേർഷൻസിൽ 1-2 വായിക്കട്ടെ. നോ മിസ്ഫോർച്യൂൺ ഇൻ ഹിസ് പ്ലാൻ ഫോർ ജേക്കബ്.
ദൈവത്തിന് ജേക്കബിനുള്ള അല്ലെങ്കിൽ യാക്കോബിനുള്ള പദ്ധതിയിൽ ഒരു മിസ്ഫോർച്യൂണും ഇല്ലെന്ന്, അങ്ങനെ കാര്യപരിപാടി ഇല്ലെന്ന്. നിങ്ങൾ ബൈബിളിലെ അപ്പോസ്തലപ്രവൃത്തി 2-24 വാക്യം വായിച്ചിട്ടുണ്ടോ? മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് വായിച്ചിട്ടില്ലേ നിങ്ങളാരും? മരണത്തിന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നെന്ന്? പറ്റില്ലായിരുന്നു എന്നോ സാധിച്ചില്ലായിരുന്നു എന്നോ അല്ല എഴുതിയിരിക്കുന്നത്, ഇമ്പോസിബിൾ ആയിരുന്നെന്ന്. അതുപോലെ ബൈബിള് പറയുവാ സ്വർഗത്തിന് നിങ്ങളെക്കുറിച്ച് പദ്ധതിയിൽ എന്തില്ലെന്ന്? മിസ്ഫോർച്യൂൺസ് ഒന്നുമില്ലെന്ന്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ശുഭകരമായ ഭാവിയെ, പ്രത്യാശയുള്ള ഭാവിയെ, സക്സസ്ഫുള്ളായ ഭാവിയെ എനിക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള മിസ്ഫോർച്യൂൺസ് ഒന്നുമില്ലാത്ത, അടുത്തിരിക്കുന്ന 3-4 ആരുടെ കൈവേര് കൊടുത്തിട്ട് പറയണം, നോ മിസ്ഫോർച്യൂൺസ്. സത്യത്തിൽ നിങ്ങൾ ഇരുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അത്ര ചൂടും ബഹളമൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ എനിക്ക് ആവേശം കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങൾ ആ വാചകത്തിന്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. നോ മിസ്ഫോർച്യൂൺ ഈസ് ഇൻ ഹിസ് പ്ലാൻ ഫോർ ജേക്കബ് എന്ന് പറഞ്ഞാൽ ജേക്കബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിനൊരു ഒരു പ്ലാനും ഇല്ലെന്ന്. പിന്നെ എങ്ങനാ വേറൊരു സാധനം കുത്തി കയറുന്നേ? ദൈവത്തിന്റെ പ്ലാനിൽ ഇല്ലാത്തത് എങ്ങനെങ്കിലും നിന്റെ വീട്ടിൽ കയറുവോ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ, ദൈവത്തിന്റെ പ്ലാനിൽ ഇല്ലാത്തത് ഏതെങ്കിലും വീട്ടിൽ കയറുവോ? അത് മരുമോളായാലും മരുമോനായാലും സമ്പത്തായാലും ബിസിനസ് ആയാലും ജോലിയായാലും വഴിയായാലും വസ്തുവകയായാലും വീടായാലും അതേതെങ്കിലും അകത്ത് കയറുവോ? നിങ്ങൾ അതിന് ചുള്ളി ചാടിയില്ല കേട്ടോ. ആമേൻ പറ. നോ മിസ്ഫോർച്യൂൺസ്. ശബ്ദം ഉയർത്തി പറ, നോ മിസ്ഫോർച്യൂൺ. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത്, ഐ ഡിഡ് നോട്ട് സീ എനി trouble coming on the people of Jacob. ജേക്കബ് എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുകളിൽ ഒരു ട്രബിള്, ഒരു ഇടർച്ച വരുന്നത് എനിക്ക് കാണുവാനില്ല എന്ന് പറഞ്ഞ ഈ രാജ്യത്തിനകത്തേക്ക് കയറിയ മിസ്ഫോർച്യൂൺ തീർന്നു. ഈ രാജ്യത്തിനകത്ത് കയറിയാൽ ട്രബിൾസ് തീർന്നു. നിന്റെ ട്രബിളുകൾ തീർന്ന ഞായറാഴ്ചയാ കർത്താവിനെ അറിഞ്ഞ ഞായറാഴ്ച. നോ മിസ്ഫോർച്യൂൺ, നോ failure, no failure. You are not going to be a victim. Oh, I am always become a victor. I am a victor. I am a success. I am a victor. I am a success. I am a victor. I am a success. Hallelujah. I am a victor. I am a success. I am a success. Come on, kai adichune amen bara. Amen. Rakabara nakoso rokobara. Rekolo baba baba baba. Rebo shabala baba baba. അടുത്ത വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കണോ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. സാധിക്കുന്നെങ്കിൽ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. തൊട്ട് നോക്കാം ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച്. അടുത്ത വാക്ക് ദർ ഇസ് നോ എൻചാൻമെന്റ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എൻചാൻമെന്റ്. എൻചാൻമെന്റ് എന്ന വാക്ക് പറയാനൊരു കാരണമുണ്ട്. മലയാളത്തിൽ അതിനെ എഴുതിയിരിക്കുന്നത് അവനെ എന്തില്ലെന്ന്, ആഭിചാരം അവനെ ഏൽക്കത്തില്ലെന്ന്. എൻചാൻമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ സാധനമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ലക്ഷണവിദ്യ, അവിടെ എഴുതിയിരിക്കുന്ന ആഭിചാരം, അവിടെ എഴുതിയിരിക്കുന്ന മലയാള വാക്കിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ആഭിചാരം, ലക്ഷണവിദ്യ, മന്ത്രബലം, ഇതൊന്നും കൂടെ കയറത്തില്ല. ലക്ഷണം ഇട്ടുകൊണ്ട് നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, നിന്റെ ലക്ഷണത്തിലെ തെറ്റും നീ. അടുത്തിരിക്കുന്നവരോട് പറ, ലക്ഷണമൊക്കെ ഇട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, പക്ഷെ ഒരു ലക്ഷണം ഇങ്ങോട്ട് വലിക്കത്തില്ല. മഷിയോ ക്രീമോ നിവിയുടെ ക്രീമോ ഏത് വേണേ നീ ഇട്ടോ, പക്ഷെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും കാണാൻ പോകുന്നില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു രാമീൻ പറ. ഇലയിലോ പാത്രത്തിലോ എവിടെ വേണമെങ്കിലും നീ ഇട്ടോ, അത് ക്രീം പോലെ ഇരിക്കത്തുള്ളൂ, ഒരു മഷിയായിട്ടും കാണത്തില്ല, ഒരു ലക്ഷണവും നടക്കത്തില്ല, ഒരു മന്ത്രഫലം ഉണ്ടാകത്തില്ല, ഒരു ആഭിചാരവും ഇല്ല.
അടുത്ത നിങ്ങൾക്കറിയോ, ഒരു വശീകരണവും നടക്കത്തില്ല. എൻചാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ, ഒരു വശീകരണവും നടക്കത്തില്ല. നിന്നെ ആരും മോഹിപ്പിക്കുകയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു നെറ്റും നിന്നെ വശീകരിക്കത്തില്ല. പറ. നിങ്ങൾക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം ഹോളിവുഡ് ഫിലിംസ്. കാരണം എന്നാണെന്നറിയാം, അതിനകത്ത് അടിപൊളി, അത് ഭയങ്കര റിയാലിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ റിയാലിറ്റിയുടെ ഇടയിൽ ഒരു സെക്ഷൽ സീനും കൂടെ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം പിന്നെ റിയലായി നമ്മുടെ തലയെ കാണത്തുള്ളൂ. അതും റിയൽ പോലെ ആയിരിക്കുന്നത് കൊണ്ട് അത് തലേന്ന് പോകത്തില്ല. ആ 5 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ടാണ് അവർ സിനിമ ഉണ്ടാക്കുന്നത് പോലും. കണ്ടോ, ഒറ്റ മിണ്ടണില്ല. ആ സമയത്ത് ചില വിശുദ്ധന്മാരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ പറയുന്ന, ആ സമയത്ത് നമ്മൾ കണ്ണടക്കേക്കണം, മറ്റെല്ലാം കണ്ടേക്കണം. എടയോ മോനെ, മറ്റതെല്ലാം നീ മറക്കും, ഇത് മാത്രം നീ കണ്ണ് തുറന്ന് കാണും. നിങ്ങളെന്താ ആമീൻ സ്വതന്ത്രമൊക്കെ പോയ ബ്രദറെ, അത് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ണടച്ചാൽ മതി. ഇങ്ങനെയെങ്കിലും നോക്ക്, നീ ഇങ്ങനെയെങ്കിലും കണ്ണടച്ചിരിക്കുക, പക്ഷെ ഇടയിൽ കാണാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രം മനസ്സിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ ഒരു നെറ്റ് നിന്റെ മേൽ വരണ്ട. നീ ആരാന്നറിയണമെങ്കിൽ നിന്റെ യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണിച്ചു തന്നാൽ മതി. ഒന്ന് സ്ക്രോൾ ചെയ്ത ആരാ പോപ്പപ്പ് ചെയ്ത് വരുന്നത്, അതാ നീ കൂടുതൽ കാണുന്നയാള്. അതുകൊണ്ട് ആരുടെ കയ്യിലും യൂട്യൂബ് കൊടുക്കല്ലേ ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഇടയ്ക്ക് പുള്ളി ജമ്പ് ചെയ്ത് പുറത്ത് വരും. പുള്ളി അങ്ങനെ ആഗ്രഹിക്കാത്ത സമയത്ത് ആഗ്രഹമായിട്ട് വരും. വശീകരണം. ബൈബിൾ പറയുവാ, ഇസ്രായേലിനെ വശീകരിക്കാൻ ഒക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറ, എന്നെ തൊടത്തില്ല. പറ, പറ, ശബ്ദം ഉയർത്തി പറ. എന്റെ കുഞ്ഞുങ്ങൾ വശീകരിക്കപ്പെടത്തില്ല. ഞാൻ വശീകരിക്കപ്പെടത്തില്ല. ഒരു മോഹ വലയത്തിലും വീഴത്തില്ല. പറ, 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 പറ. മോഹവലയത്തിൽ വീഴത്തില്ല, വശീകരണ വലയിൽ വീഴത്തില്ല. ഞാൻ ദൈവത്തിന്റെ വകയാ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. ശബ്ദമുയർത്തി ആമീൻ പറ. അപ്പൊ ദൈവരാജ്യത്തിനകത്തൊരാൾ വന്നാൽ ശപിക്കാൻ വന്നവന് പോലും എന്തും മനസ്സിലാകും, ഈ പരിപാടിയൊന്നും നടക്കത്തില്ല ഇവന്റെ അടുത്ത്. മന്ത്രവാദമോ ആഭിചാരമോ ലക്ഷണവിദ്യയോ മോഹമോ വശീകരണമോ ശാപമോ പ്രാക്കോ തലവിധിയോ ദുർവിധിയോ അവസാനമോ അന്ത്യവിധിയോ ഇതൊന്നും ഒരു കാര്യം ചെലവാകത്തില്ല മോനെ. ഇതൊന്നും ചെലവാകുന്ന സ്ഥലത്തല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം സേഫ്. ഞാൻ സുരക്ഷിതനാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. മോശയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് അവന് ഫറവോന്റെ സൈന്യത്തെ അറിയാം, ഫറവോന്റെ ശക്തി അറിയാം, ഫറവോന്റെ ആൾബലത്തെ അറിയാം, ഫറവോന്റെ മാജിക്കിനെ അറിയാം. അവൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ചെന്നിട്ടോ ഞാനിതൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാ? യേശു പറഞ്ഞു, നിന്റെ കയ്യിലുള്ള വടിയിടണം, അത് പാമ്പാകും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ. മോശ അങ്ങനെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, മന്ത്രവാദികളും പാമ്പിനെ ഉണ്ടാക്കി. എനിക്കൊരു സംശയം, അപ്പൊ ജീവനെ ഉണ്ടാക്കാൻ മന്ത്രവാദികൾക്കും ദുർശക്തികൾക്കും കഴിയുമോ? യെസ്, കഴിയും. പക്ഷെ ജീവനെ നിലനിർത്താൻ കഴിയത്തില്ല. Are you following me? മന്ത്രവാദികളുടെ പാമ്പുകളും തലപൊക്കിയപ്പോ മോശയുടെ പാമ്പ് കണ്ട് തിരിച്ചോടി മാളത്തിൽ കയറി എന്നല്ല, ഇവൻ ഓരോരുത്തരുടെ അടുക്ക ചെന്ന് അവന്റെ തല മുതൽ വിഴുങ്ങിക്കളഞ്ഞു. ദൂത് പറയട്ടെ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആഭിചാരം ഫലിക്കത്തില്ലെന്നല്ല ഞാൻ പറയാൻ പോകുന്നേ. നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി
മറ്റേതിനെ വിഴുങ്ങിക്കളയുന്ന ശക്തിയാണ്. Amen. Amen. Hallelujah. Jesus. നിനക്കെതിരെ ആരെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ താമസിയാതെ നിങ്ങൾ എവിടെ ആരാധനയ്ക്ക് പോകുന്നേ, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറയിപ്പിക്കുന്നതാണത്. Amen. Hallelujah. Shababababa salababa. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ഒരു ആമേൻ പറ. Amen. ഒരു തടയും വെക്കണ്ട, ഒരു പാസ്റ്ററും വന്ന് പ്രാർത്ഥിക്കണ്ട, ഒരു ജാസനയും ബഹളമൊന്നും വേണ്ട. നീ ആ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ പറഞ്ഞാൽ മതി, ഐ ആം വാക്കിംഗ് വിത്ത് ദ സ്പിരിച്വൽ വേൾഡ്. ഞാൻ ദൈവരാജ്യത്തിനോടൊപ്പമാണ് നടക്കുന്നേ. ഞാൻ നിങ്ങളോട് പറയാം, ചുറ്റും കെട്ടിയിരിക്കുന്ന എല്ലാ 4-ാം വേദവും 5-ാം വേദവും 6-ാം വേദവും ആസനത്തിരുന്ന് പൊട്ടുവല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. അതോടെ തീരുവോ? നിന്നെ തൊടത്തില്ല അതിന്. മന്ത്രവാദികൾ നൈലിലെ വെള്ളത്തെ രക്തമാക്കിയപ്പോ മന്ത്രവാദികളും അങ്ങനെ ചെയ്തു. തവള ഉണ്ടാക്കിയപ്പോ മന്ത്രവാദികളും ചെയ്തു. പക്ഷെ തവളയെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. ചിലതിനെ ഉണ്ടാക്കാൻ അവന് കഴിയും, പക്ഷേ അതിൻ്റെയൊക്കെ കൺട്രോൾ, അവൻ ഉണ്ടാക്കിയതിനെയും കൺട്രോൾ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് പിടികിട്ടുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. ശരിക്കും തലയിൽ കയറിയ രക്ഷപ്പെട്ടു. മന്ത്രവാദി എന്തോ ഉണ്ടാക്കി, തവളയുണ്ടാക്കി. മന്ത്രവാദി എന്തോ ഉണ്ടാക്കി, പാമ്പിനെ ഉണ്ടാക്കി. പക്ഷേ ആ ഉണ്ടാക്കിയതിന്റെ കൺട്രോൾ ഉണ്ടാക്കിയവന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. Hallelujah. നിനക്ക് എന്താ സാധനം ഉണ്ടാക്കി വിടട്ടെ, ആ ഉണ്ടാക്കി വിടുന്നവന്റെ കയ്യിൽ നിന്ന് പോലും ആ കൺട്രോൾ പോയി. പകരം എന്റെ ദൈവം കൺട്രോൾ എടുത്തിട്ട് പറയുവാ, ഏതിനെ കൊല്ലണോന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലാവുന്നു? വടി പൊടിമേൽ അടിച്ചു, പേനുണ്ടായി. മന്ത്രവാദികൾ പറഞ്ഞു, ഇനി അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ആ വെളിപ്പെട്ട് നിൽക്കുന്ന മോശയുടെ കൈയും വടിയുണ്ടല്ലോ, അത് വടിയും കൈയൊന്നുമല്ല, അത് അങ്ങേരുടെ വിരല. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കുന്നത് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ദൈവരാജ്യത്തിനകത്തെ കർത്താവിന്റെ വിരലെന്ന് പറയുന്നത് നീയാ. വേണ്ടവർക്ക് ആമീൻ പറയാം. ഇന്ന് രാത്രി ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിട്ട് ഈ വിരൽ കാണിച്ചിട്ട് പറ, ഇത് പാപം ചെയ്യാനുള്ള കൈയല്ല, ചിലതിന് വിരൽ ചൂണ്ടാനുള്ള കൈയാ. കാരണം ഞാൻ ചൂണ്ടിയാൽ എന്റെ കൈ എന്ന് പറയുന്നത് അവന്റെ വിരല. പറ, ഭയങ്കര പോലെ. അതുകൊണ്ടാ ഈ സാധനം വെച്ച് നമ്മൾ സകല അശുദ്ധിയും ചെയ്യുന്നേ. ആ വലത്തെ കരം ഒന്ന് ഉയർത്തിയിട്ട് പറ, ഈ കൈ അവന്റെ വിരലാ. ഞാൻ കൈ നീട്ടിയാൽ അവന്റെ വിരൽ ചലിക്കുക. ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ ദൈവമക്കളുടെ പൊസിഷനെ കുറിച്ച് തൊടേണ്ട കാര്യമോ, അതാണ് ഈ പറയേണ്ടത്. പക്ഷെ ഞാൻ ഇന്നും നാളെ ഒന്നും തൊടത്തില്ല. പക്ഷെ നിങ്ങളുടെ തലയിൽ ഉണ്ടാകണം നിങ്ങൾ ആരാന്ന്. ഈ രാജ്യത്തിനകത്ത് നിങ്ങളുടെ കൈയാണ് കർത്താവിൻ്റെ കൈ, നിങ്ങളുടെ വായാണ് കർത്താവിൻ്റെ വായ്, നിങ്ങളുടെ ചെവിയാണ് കർത്താവിൻ്റെ ചെവി, നിങ്ങളുടെ കാലുകളാണ് കർത്താവിനെ കൊണ്ടുപോകുന്ന കാൽ. നിങ്ങൾ സംതിങ് സൂപ്പർ നാച്ചുറൽ. നിങ്ങൾ അങ്ങനെയാന്ന് മനസ്സിലായാൽ ചാരം എടുത്ത് മേളിലോട്ട് എറിഞ്ഞാൽ മതി, മന്ത്രവാദികൾ പോലും പുകഞ്ഞു പോകും. വേദവസം പറയുന്നത്, മോശ ചാരമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി എറിഞ്ഞു.
അത് മൃഗങ്ങളുടെ മേലും മനുഷ്യരുടെ മേലും പരുക്കളായി വന്നു. അടുത്ത വാചകം നിങ്ങൾ എഴുതിയിരിക്കുന്നുണ്ടോ? മിസ്രൈമിലെ മന്ത്രവാദികളുടെ മേലും ഉണ്ടായിരുന്നു ആ പരുക്കൾ. ഞാൻ നിങ്ങളോട് പറയാം, ഇത് നിങ്ങൾക്ക് വേണ്ടതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഫൈറ്റ് വരാൻ പോകുന്നു. ആ ഫൈറ്റിൽ ഞാൻ മുന്നരെ കാണും. നിങ്ങൾ കാണുമെന്ന് എൻ്റെ വിശ്വാസം. Thank you, Jesus. കാണുന്നവരൊക്കെ ഒന്ന് കൈ ഒടിച്ചൊരു ആമേൻ പറ. ആമേൻ. ആ ഫൈറ്റിനകത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യമായി പറയുന്നതല്ല. അവസാനിപ്പിക്കട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.